ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പുതിയ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് ഇങ്ങനെ ഒരു കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇതിനു വേണ്ടി ഒരു കടച്ചക്ക മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പലരും നെറ്റി ചുളിച്ചിട്ടുണ്ടാകും. കാരണം നേന്ത്രക്കായും ചേനയും കൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതുവരെ കാളൻ പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു കടച്ചക്ക മുഴുവനായിട്ടാണ് ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അതിൽ നടുവിൽ വരുന്ന ഭാഗം, ആ ഭാഗം നമ്മൾ നന്നായി താഴ്ത്തി മുറിച്ച് കളയണം. കാരണം അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അതിൽ വല്ല കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളതെല്ലാം നന്നായി കളയണം. അപ്പം നമ്മുടെ കടച്ചക്കയുടെ എല്ലാ കഷ്ണങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ചേന കഷ്ണങ്ങളാക്കി നുറുക്കുന്നത് പോലെയാണ്. ഇത് ചതുരം കഷ്ണത്തിലാണ് ഞാനിത് നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കണം. അപ്പോൾ ചേനയുടെ പോലെയാണ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പച്ചമുളകും ജീരകവും അതുപോലെ തന്നെ കുരുമുളക് ഞാനിവിടെ അതിൻ്റെ തൊലിയുടെ കളർ വരുമ്പോൾ നമ്മുടെ ഈ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ള ഭാഗമാണ് ഞാൻ ഇവിടെ അരയ്ക്കാനെടുക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കുതിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കൈകൊണ്ടാക്കി കഴിഞ്ഞാൽ പോകും. അതുപോലെ തന്നെ ഇവിടെ തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുളിയുള്ള തൈരാണ്. അത് പുളി ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് കാളൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ ഉരുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കണം. കടച്ചക്ക വേവിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അധികം വെന്ത് പോകരുത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് വേവാൻ വയ്ക്കണം. ഇത് നന്നായി വെന്ത് ഉടഞ്ഞു പോരുത്. പാകത്തിന് വേവിച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ 2-3 പച്ചമുളക്, അതുപോലെ തന്നെ ജീരകം, ഇതെല്ലാം അതുപോലെ കുരുമുളക്, നമ്മളെടുത്ത് വെച്ച കുരുമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായി അരയ്ക്കണം. നന്നായി നൈസായിട്ട് അരച്ചെടുക്കണം നമ്മളിത്. നമ്മുടെ കടച്ചക്ക ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നന്നായി വേവിക്കരുത്. ഇത് നന്നായി ശ്രദ്ധിച്ച് തന്നെ വേവിക്കണമെന്ന് ഞാൻ പിന്നെ പറയുന്നത്. കാരണം ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ രസമാവില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായി ഇളക്കി നന്നായി കുറുക്കി വരുന്ന രീതിയിൽ നമ്മളിതിനെ വേവിച്ചെടുക്കണം. തൈര് നന്നായി കുറുകി വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇത് നന്നായി പൊട്ടി തെറിക്കുന്ന പോലത്തെ ഒരു ഇതാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് നന്നായി അരച്ച തേങ്ങയാണിത്. അത് അതിലേക്ക് ഒഴിച്ച് ചേർത്ത് നന്നായി ഇളക്കണം. ഇനി തേങ്ങ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് തിളച്ച് കുറുകി ഇതുപോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇതുപോലെ ആകും. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇനി നമുക്കിത് കാച്ചി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ ഞാൻ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് 3 പച്ചമുളക് പൊട്ടിച്ചിടണം. അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അവസാനം നമ്മൾ ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇതിൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. നിങ്ങൾ പുളിയില്ലാത്ത മോരാണ് നിങ്ങൾ ചേർത്തതെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പുളിയുള്ള മോരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്തം 1-2 ദിവസങ്ങളിലെ ഓണ സ്പെഷ്യൽ വിഭവങ്ങൾ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.